രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തി കെ സുധാകരൻ. ചെന്നിത്തലയുടെ വീട്ടിലെത്തിയായിരുന്നു കൂടിക്കാഴ്ച. എല്ലാം ശുഭമായി അവസാനിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലത്തെ ഒരു പാർട്ടിക്കകത്ത് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഇത്രയും മാനമായി ഇത്രയും സമാധാനപരമായി തീർത്ത നല്ല സംഭവമാണിത്. അതുകൊണ്ട് കോൺഗ്രസിന് ഒരു പുതിയ മുഖച്ഛായ വന്നു. എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് ന്യായമായ എല്ലാ ആളുകളെയും പ്രശ്നങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കി. ചെന്നിത്തലയുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്നാണ് എന്റെ വിശ്വാസം. പക്ഷേ എന്തോ ഒരു ചെറിയൊരു പോരായ്മ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കാലക്രമേണ തീർത്തു കൊടുക്കും. 5 മന്ത്രിസ്ഥാനം ഉറപ്പിച്ച മുസ്ലിം ലീഗ് ഔദ്യോഗിക പ്രഖ്യാപനം നാളെ. വകുപ്പുകളിൽ അന്തിമ തീരുമാനമായില്ല. അന്തിമ പ്രഖ്യാപനം നാളെയെന്ന് PK കുഞ്ഞാലിക്കുട്ടി. ഈ തീര എന്ന് പറയുന്നത് അനൗൺസ് ചെയ്യേണ്ടത് UDF ആണ്, ഞങ്ങളല്ല. ഞങ്ങളുമായിട്ടുള്ള ഡിസ്കഷൻ ഇന്നത്തേത് കഴിഞ്ഞു. നാളെ ഇനി എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ ഇല്ലേ എന്നുള്ളത് എല്ലാവരുമായിട്ടുള്ള സംസാരം കഴിഞ്ഞല്ലേ അവർക്ക് അന്തിമമായി പറയാൻ പറ്റുള്ളൂ. കാരണം ഒരു ജോയിന്റ് ഡിസ്കഷന് ശേഷമേ വി ആർ സപ്പോസ് ടു സേ എനിത്തിങ്. എന്ത് പറയണമെങ്കിലും അല്ല, അതെ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണല്ലേ. ഞാൻ പറഞ്ഞു നാളെ ഞങ്ങൾ ഇരിക്കും സ്വാഭാവികമായിട്ട്. അതായത് UDFന്റെ തീരുമാനം UDF എല്ലാം അപ്രൂവ് ചെയ്യുമ്പോൾ എല്ലാ കക്ഷികളുമായിട്ടുള്ള ഡിസ്കഷൻസ് കഴിഞ്ഞിട്ടേ UDFന്റെ തീരുമാനം അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങളുടെ ഡിസ്കഷന്റെ ഡീറ്റെയിൽസ് വി ആർ നോട്ട് സപ്പോസ് ടു സേ. ഒന്നും പറയാൻ പാടില്ല. അതാണ്. കോൺഗ്രസും ലീഗും സഹോദര സംഘടനകളെന്നും ലീഗിന്റെ മതേതര നിലപാടുകൾ നിർണായകമാണെന്നും സതീശൻ പറഞ്ഞു. അതൊക്കെ ഘടകകക്ഷികൾ തമ്മിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്ര വേഗത്തിലാണ് കാര്യങ്ങൾ വരുന്നത്. മുഴുവൻ മന്ത്രിമാരും തിങ്കളാഴ്ച മുഖ്യമന്ത്രിയോടൊപ്പം സത്യപ്രതിജ്ഞ ചെയ്യാണ്. മുഴുവൻ മന്ത്രിമാരും ആ ഘടകകക്ഷികളുടെ ചർച്ചയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘട്ടം പിന്നിട്ട് കഴിഞ്ഞു. കറക്റ്റായിട്ട് സമയത്ത് ആദ്യം നിങ്ങളോട് പറയുള്ളൂ. തീർന്നു കഴിയുമ്പോൾ വേറെ ആരോടും പറയില്ല. ഈ ഒരു തർക്കമോ ഞാനിവിടെ 140 സീറ്റ് ഞങ്ങളെല്ലാവരും ചേർന്ന് വിഭജിച്ചിട്ട് ഒരു അവസരം കിട്ടിയ ഞാൻ കണ്ട അന്ന് ഞാനത് പ്രഖ്യാപിച്ച ദിവസം നിങ്ങളൊക്കെ അന്തം വിട്ട് നിൽക്കുക. ഇതെന്താണ് UDFൽ ഒരു അവസരം പോലും ഇല്ലാതെ 140 സീറ്റ് വിഭജിച്ചില്ലേ? അതുപോലെ ഞാൻ നാളെ പറയാം. അപ്പോഴും നിങ്ങൾ ഒന്ന് ഞെട്ടും. ഒരു അവസരം ഇല്ലാതെ തീർന്നു. പിന്നെ മന്ത്രിമാരുടെ പട്ടിക നാളെ ഗവർണർക്ക് കൈമാറും. കേരളം അർഹിക്കുന്ന മുഖ്യമന്ത്രിയാണ് സതീശനെന്നും അലോസരമില്ലാതെ മന്ത്രിസഭ രൂപീകരിക്കുമെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രതികരിച്ചു. ഫോണിലൂടെയൊക്കെ സംസാരിച്ചിട്ടുള്ളായിരുന്നു. ഡൽഹിയിൽ നിന്നുള്ള പ്രഖ്യാപനത്തിന് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.